നമസ്കാരം. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി ഒരു ആൾക്ക് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലെവലിൽ നിന്നുകൊണ്ട് അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് സഞ്ചരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജിൽ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരുപാട് അറിവുള്ള ഒരാളല്ല ഞാൻ എപ്പോഴും പറയണ പോലെ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഭഗവാൻ എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി യാത്രയിലുണ്ടായ ചില അനുഭവങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനാണ് ഈ വീഡിയോ. സ്പിരിച്വാലിറ്റി നമുക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജീവിച്ച നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അനുഭവങ്ങൾ, അതിലൂടെയാണ് ഒരാൾ ഭക്തനോ അല്ലെങ്കിൽ വിശ്വാസിയോ അല്ലെങ്കിൽ യുക്തിവാദിയായിട്ട് മാറുന്നത്. ഒരാൾ യുക്തിവാദിക്ക് യുക്തിവാദിയാവാൻ അയാളുടേതായ അനുഭവങ്ങളിലൂടെയാണ് അയാൾ മനസ്സിലാക്കുക. ഒരു ഭക്തൻ അങ്ങനെ ആയിത്തീർന്നു അവൻ്റെ അനുഭവങ്ങളിലൂടെയും അവൻ പഠിച്ച കാര്യങ്ങളിലൂടെയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ചെയ്യാം. ഒരു യുക്തിവാദി കുറച്ച് കഴിഞ്ഞാൽ ഭക്തനാവാം, ഭക്തൻ കുറച്ച് കഴിഞ്ഞാൽ യുക്തിവാദിയാവും. പക്ഷെ ഇവിടെയൊക്കെ പ്രവർത്തിക്കണം എന്താ? അവൻ്റെ അനുഭവങ്ങളാണ്, അവൻ്റെ വാഴ്ച അറിവുകളാണ്. അപ്പോൾ ഇത്തരം അറിവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയിൽ എത്തിപ്പെട്ട ഒരാൾ, അതിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. മറ്റവർക്ക് അതിന് ആവശ്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം വ്യക്തിപരമായിട്ടിരിക്കില്ല. പക്ഷേ സ്പിരിച്വാലിറ്റിയിൽ എങ്ങനെ ഉയരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അറിയണമെങ്കിൽ, നമ്മുടെ ഭാരതീയ തത്വചിന്ത പ്രകാരം നമുക്കറിയാം, മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലാണ് അത് ബേസ് ചെയ്ത് പോണത്. പക്ഷെ ഭാരതീയ സംസ്കൃതിയിലെത്തുമ്പോൾ അതൊരു ലൈബ്രറിയാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട് ആ ലൈബ്രറിയിൽ ഇരിക്കുന്നുണ്ടാവും. അതിലേത് ചിന്താധാര വേണം എന്നുള്ളതായ പുസ്തകം എടുത്തിട്ട് നമുക്കത് ഫോളോ ചെയ്യാം. അങ്ങനെ അതിൽ നിറയെ ഉണ്ട്. ഉപനിഷത്തുകളുണ്ട്, വേദങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, തത്വചിന്തകളുണ്ട്. എന്തിന് യുക്തിവാദത്തിൻ്റെ ഏറ്റവും വലിയ തലമായ ചാർവാക സിദ്ധന്മാരെ കുറിച്ച് പോലും നമ്മൾ ചാർവാക സിദ്ധന്മാർ എന്ന് പറയുന്നത് ആ ചിന്താധാരയ്ക്ക്. അതേപോലെ 18 സിദ്ധന്മാരുടെ ജീവിത രീതികളുണ്ട്. അങ്ങനെ നമുക്ക് ഭാരതത്തിൽ ബുദ്ധൻ്റെ, മഹാവീര, അങ്ങനെ എത്രയോ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ നിറഞ്ഞു നിൽക്കുന്ന ചിന്താധാരകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ആത്മീയതയുടെ ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റും. അതെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. നമ്മൾ ആത്മീയതനെ നമ്മുടെ വിവരമുള്ള നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറയുന്നത് 3 വഴിയുണ്ടെന്ന്. ഒന്ന് കർമ്മയോഗം, ഒന്ന് ഭക്തിയോഗം, ഒന്ന് ജ്ഞാനയോഗം. കർമ്മത്തിലൂടെ ആത്മീയതയിൽ എത്തിച്ചേരുക. ജ്ഞാനം, അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച അറിവ് നേടി ജ്ഞാനത്തിൽ എത്തിച്ചേരുക. ഭക്തി, നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാനിലേക്ക് അലിഞ്ഞു ചേർന്ന് ആത്മീയതയിൽ എത്തിച്ചേരുക. ഇത് 3 വെവ്വേറെ പോണ വഴികൾ മാത്രമൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആത്മീയ ഭക്തൻ ജ്ഞാനത്തിലെത്തിച്ചേരാം, ജ്ഞാനീയൻ ഭക്തിയിലെത്തിച്ചേരാം, കർമ്മത്തിൽ ഇവർ രണ്ടുപേരും എത്തിച്ചേരാം. ഇതെല്ലാം കൂടിച്ചേർന്ന വഴികൾ തന്നെയാണ്. അപ്പോൾ ഈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഭക്തനായി ആത്മീയതയിലേക്ക് അടുത്തടുത്ത ഘട്ടത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഒന്ന്, നമ്മൾ സറണ്ടർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയണം. സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാനിൽ അർപ്പിച്ച് കർമ്മം മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. റിസൾട്ട് നമ്മുടെ കയ്യിലല്ല എന്ന് മനസ്സിലാക്കുക. ആ വാക്ക് വളരെ വലിയൊരു വാക്കാണ് സറണ്ടർ. അതിലെത്തിപ്പെടാൻ, ആ സ്റ്റേജിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, നമുക്ക് ഭഗവാന്റെ ഇടയിൽ ഒരാളുടെ ആവശ്യമുണ്ടോ? നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ആത്മീയതയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ, പ്രാർത്ഥന മാത്രം ഭഗവാനോട് പ്രാർത്ഥിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാം, മുന്നോട്ട് പോകാം. പക്ഷെ നിങ്ങൾ ആത്മീയതയിലേക്ക് അടുത്തടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഗൈഡ്, ഒരു വഴികാട്ടിയുടെ ആവശ്യം വരും.
നമുക്ക് നല്ലൊരു പന്ത് കളിക്കാരനാവണമെങ്കിൽ കോച്ചിൻ്റെ അടുത്ത് പോകാണ്ടെങ്കിൽ കളിക്കാൻ പോകാൻ പറ്റും. പക്ഷേ ഒരു കോച്ചിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ രീതികൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ നീറ്റ് പരീക്ഷ എഴുതണമെങ്കിൽ കോച്ചിങ് ക്ലാസ്സിൽ പോകാണ്ടെങ്കിൽ നമുക്ക് നീറ്റ് പരീക്ഷ എഴുതാൻ പറ്റും. പക്ഷേ കോച്ചിങ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ആ പരീക്ഷ എഴുതുന്ന ടെക്നിക്കൽ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഏത് മേഖലയിലായാലും നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലൊരു ഗൈഡ്, ഒരു വഴികാട്ടി, അതിനാണ് നമ്മൾ ഗുരു അല്ലെങ്കിൽ വെൽ വിഷർ, അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം, അവരുടെ സഹായമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വഴി കുറച്ചും കൂടി സ്മൂത്താവും. അതിൻ്റെ ഒരു ശാസ്ത്രീയമായ രീതിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മുടെ ആത്മീയമായ അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത്തരം ഒരു വഴി കാട്ടിയോ ഗുരുയോ വെൽവിഷറയോ ആവശ്യമുള്ളതാണ്. അങ്ങനെ ചെയ്താൽ അത് കുറച്ചും കൂടി നമ്മുടെ യാത്രയ്ക്ക് സ്മൂത്ത്നെസ് കിട്ടും. നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി മനസ്സിലാവും. മറ്റേതിന് ഫുട്ബോൾ കളിക്കാരാണെങ്കിൽ കോച്ചിന് ആവശ്യമുള്ള പോലെ, ഒരു പഠിക്കണ കുട്ടികൾക്ക് ഒരു ടീച്ചർ ആവശ്യമുള്ള പോലെ, അങ്ങനെ ആ ഒരു രീതിയിൽ തീർച്ചയായും അത് ഗുണം ചെയ്യും. പിന്നെ സറണ്ടർ എന്നുള്ള വാക്ക് മനസ്സിലാക്കാനാണ്. അതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കിട്ടില്ല. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക, മെല്ലെ മെല്ലെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. ആ സ്പിരിച്വാലിറ്റിയിലെ ഏറ്റവും ആവശ്യം ക്ഷമയാണ്. ഇന്ന് വന്നു നാളെ സിദ്ധികൾ കിട്ടും എന്നൊരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഒരിക്കലും എത്തില്ല അവിടെ. ക്ഷമയോടെ മുന്നോട്ട് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഘട്ടത്തിലേക്ക് സറണ്ടർ എന്നുള്ള വാക്കിന് എത്തിച്ചേരുള്ളൂ. അതിനാദ്യം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള അഹന്ത, അഹങ്കാരം, ഞാനെന്നുള്ള ഭാവം, എനിക്കറിയാമെന്നുള്ള ഭാവം എല്ലാം പുറത്ത് കളയണം, ശൂന്യമാക്കി വെക്കണം. പാത്രം ശൂന്യമായാല ഭഗവാൻ നമ്മുടെ പാത്രത്തിലേക്ക്, അല്ലെങ്കിൽ പ്രകൃതി നമ്മുടെ പാത്രത്തിലേക്ക് കാര്യങ്ങൾ ഒഴിച്ചു തരുള്ളൂ. ഒഴിഞ്ഞ പാത്രത്തിലാണ് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുക. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാം അറിയാം, അല്ലെങ്കിൽ നമ്മൾ അറിവുണ്ട് എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ഭാവത്തിൽ നിന്നാൽ നമുക്ക് ഭഗവാനിൽ നിന്നോ പ്രകൃതിയിൽ നിന്നോ അറിവ് കിട്ടില്ല. നമ്മളെപ്പോഴും പാത്രം തുടച്ച് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മളിലേക്ക് അറിവ് വരും. ഒപ്പം നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാനെ സത്യസന്ധമായി വിശ്വസിക്കുക, സത്യസന്ധമായി പ്രവർത്തിക്കുക. പ്രവൃത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മടി പിടിച്ചിരുന്ന് വെറുതെ ഇരിക്കുന്നൊരു പ്രവൃത്തിയല്ല. ഒരു വലിയ ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കഠിനാധ്വാനവും ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ചില ആൾക്കാർ തെറ്റിദ്ധരിക്കും, ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കീഴിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ മിണ്ടാണ്ടിരിക്കുന്നതാണ് ആത്മീയത എന്ന് വിശ്വസിക്കരുത്. വലിയൊരു ലക്ഷ്യത്തിലേക്ക് കഠിനാധ്വാനം ചെയ്യേണ്ട പ്രവൃത്തിയാണ് ആത്മീയത. അതിൽ നമുക്ക് വേണ്ടത് ട്രസ്റ്റാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാനിലുള്ള ട്രസ്റ്റ്, നമ്മൾ വിശ്വസിക്കുന്ന ഗുരുവിനുള്ള ട്രസ്റ്റ്, നമ്മുടെ പ്രവൃത്തികളിലൂടെയുള്ള ട്രസ്റ്റ്. ആ ട്രസ്റ്റിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സറണ്ടർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് സറണ്ടർ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയോ അന്ന് നിങ്ങളിലേക്ക് ആത്മീയത വന്നു തുടങ്ങും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടി എന്നും ഒരു പണ്ഡിതന് ഒരു തോണിയിൽ സഞ്ചരിച്ച് പോയി അപ്പുറത്തുള്ള വീട്ടിൽ കൊണ്ട് പാല് കൊടുക്കാറുണ്ട്. പണ്ഡിതൻ നല്ല അറിവുള്ളതാണ്, വേദങ്ങളോ ഉപനിഷത്തുകളൊക്കെ കാണാപ്പാടം പഠിച്ചതാണ്, ഏത് വേദങ്ങൾ ഏത് വരികളാന്ന് കാണാപ്പാടം അപ്പെടുത്ത് പറയും. പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരവും ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ എന്നും കറക്റ്റ് ടൈമിന് കാലത്ത് ആൾ കൊണ്ട് പാല് കൊടുക്കും, കുട്ടി കൊണ്ട് കൊടുക്കും, അതേപോലെ തിരിച്ചു പോവുകയും ചെയ്യും. ഒരു ദിവസം ആ കുട്ടി വരാൻ വൈകി. പണ്ഡിതന് ദേഷ്യം വന്നു, കാരണം കാലത്ത് ചായ കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കണില്ല. അവസാനം കുട്ടി നേരം വൈകി വന്നപ്പോൾ ആ പണ്ഡിതൻ ചോദിച്ചു, കുട്ടീനെ ചൂടായി പറഞ്ഞു, എത്ര നേരമായി കാത്തു വയ്ക്കണമെന്ന് പറയുമ്പോൾ കുട്ടി പറഞ്ഞു, കടത്തുകാരൻ വരാൻ വൈകി, അതുകൊണ്ടാണ് എനിക്ക് പാല് കൊണ്ടുതരാൻ വൈകിയത്. അപ്പോൾ പണ്ഡിതെടുത്ത് വയ്ക്കുക പറഞ്ഞു, അഹങ്കാരത്തോടു കൂടി പറഞ്ഞു, പെൺകുട്ടിയെ കളിയാക്കി കൊണ്ട് പറഞ്ഞു, ആ കുട്ടീനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു, ഗായത്രി മന്ത്രം ജപിച്ച് പുഴയുടെ മേലെ കൂടെ നടന്നു വന്നാൽ എത്തില്ലേ, അത് ചെയ്യാണ് നീ കടത്തുകാരനെ കാത്തുന്ന വിഡ്ഡി എന്ന് പറഞ്ഞ് കളിയാക്കി. ആ കുട്ടി അത് കഴിഞ്ഞ് ആ വിഷമത്തോട് പോയി. പിറ്റേ ദിവസം കറക്റ്റ് ആ കുട്ടി വന്നു, പാലും കൊണ്ട് വന്നു. ആ പണ്ഡിതൻ നോക്കുമ്പോൾ പാല് കിട്ടി, പക്ഷെ കടത്തുകാരനെ കാണാനില്ല. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, എങ്ങനെ വന്നു ചോദിച്ചു. അങ്ങനെ ഇന്നലെ പറഞ്ഞു തന്നെ, ഗായത്രി മന്ത്രം ജപിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരാമെന്ന്, വെള്ളത്തിന് മൂടോട് നടന്നിട്ട്. അതെങ്ങനെ ശരിയാവും
അങ്ങനെ പറഞ്ഞ വീണ്ടും ചോദിച്ചു. പക്ഷെ ഇങ്ങോർക്ക് സംശയം. ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പോയിട്ട് ഗായത്രി മന്ത്രം ജപിച്ച് അങ്ങനെ നടന്നു പോയി വെള്ളത്തിൽ കൂടെ നടക്കണം. അപ്പോൾ ഇത് അങ്ങ് വരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ പണ്ഡിതൻ വന്നു, സംശയമായി. പറ്റുമോ എന്നുള്ള ചോദ്യം, എല്ലാം അറിയണ ഒരാളാണ് ഈ ഗായത്രി മന്ത്രം. പക്ഷേ സംശയമായി, മുണ്ട് പൊന്തിച്ച് പിടിച്ചു, വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അങ്ങക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങടെ മന്ത്രത്തിന്, അങ്ങടെ ശ്രദ്ധ മുണ്ടിലും മറ്റുള്ള കാര്യങ്ങളിലായിരുന്നു, ശ്രദ്ധയും വിശ്വാസതയും അങ്ങക്ക് കുറഞ്ഞുകൊണ്ടാണ് അങ്ങ് ഇതായി. ആ കുട്ടിയായി പിന്നെ ആ പണ്ഡിതൻ്റെ ഗുരുവായി എന്നുള്ളതാണ് കഥ. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ ട്രസ്റ്റ് ചെയ്യണം. നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മൾ ഗുരുവിനെ ട്രസ്റ്റ് ചെയ്യണം, നമ്മളെ പ്രവൃത്തികളെ ട്രസ്റ്റ് ചെയ്യണം. അതിൽ ആത്മാർത്ഥത ഉണ്ടാവണം, കഠിനാധ്വാനം ഉണ്ടാവണം. എന്നിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സറണ്ടർ എന്നുള്ള വാക്കിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. നിങ്ങളൊരു വെള്ളം പോലെയാവും, ഏത് വഴിക്കും ഒഴുകിപ്പോകുന്ന വെള്ളം. പ്രവൃത്തികൾ മാത്രം ചെയ്ത് റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാണ്ട് കർമ്മം മാത്രം ചെയ്ത് ഒരു വെള്ളം പോലെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ സറണ്ടർ എന്നുള്ള പൊസിഷനിലെത്തി. അതെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു അനുഭൂതി, ഭഗവാന്റെ അടുത്തിരിക്കുന്ന ഒരു അനുഭൂതി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പുറത്ത് നിന്നുകൊണ്ട് ആ പ്രശ്നത്തിന് വിശകലനം ചെയ്യാൻ പറ്റും. ഫ്രെയിം ഔട്ട്. നമുക്ക് എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിന് ഉള്ളിൽ നിന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻസ് വളരെ കുറവായിരിക്കും. നമ്മൾ ഭയങ്കര വിഷമത്തോട് കൂടിക്കും, ഡെസ്പാവും. പക്ഷെ നിങ്ങൾ ഒരു ഉദാഹരണം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു സിനിമ ഷൂട്ടിങ് 2 പേരിരുന്ന് സംസാരിക്കണം, ഒരു ഷൂട്ട് ചെയ്യണം. അതെങ്ങനെ നമ്മളെ കാണിക്കണത് തീരുമാനിക്കുന്നത് ഡയറക്ടറും ക്യാമറമാനാണ്. നേരെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, ഇപ്പോൾ ക്യാമറ വെച്ച പോലെ ഇരുന്ന് സംസാരിക്കും, ഷൂട്ട് ചെയ്യാം. അപ്പം നമ്മൾ സിനിമയിൽ കാണുന്നത് ആ ഭാഗമാവും. അല്ല, ക്യാമറാമാൻ പറയുകയാണ് നമുക്കിത് ഇങ്ങനെ വേണ്ട, നമുക്കൊരു മൂലയിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ആ നമ്മൾ കാണുന്നത് ആ രൂപമായിരിക്കും. അല്ലെങ്കിൽ ആൾ പറയുകയാണ് നമുക്കൊരു മുകളിൽ നിന്ന് ഒരു ടോപ്പ് ആംഗിളിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്നത് ടോപ്പ് ആവുന്നത് തലയുടെ മുകളിൽ 2 പേരിരുന്ന് സംസാരിക്കണം, ഒരു ഫാൻ കറങ്ങണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നടക്കുന്ന സംഭവം ഒന്നാണ്. അപ്പം നമുക്ക് കാഴ്ച പലവിധമുണ്ട്. സംഭവം ഒന്നാണെങ്കിലും നമ്മുടെ ക്യാമറ, നമ്മുടെ കാഴ്ച എവിടെ സെറ്റ് ചെയ്യണം എന്നുള്ള അവകാശം നമുക്കുണ്ട്. ഒരു പ്രശ്നത്തിന് നിങ്ങൾ ആ ഫ്രെയിമിൻ്റെ ഔട്ടിൽ നിന്ന് 4 പാടും നോക്കിക്കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന സൊല്യൂഷൻ്റെ × 5 സൊല്യൂഷൻ കിട്ടും. നിങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും കൂടി ചിന്തിക്കാൻ ആരംഭിക്കും. നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാണ്ടാവും. അവൻ പൊട്ടയാണ്, അവന് കഴിവില്ല, അവന് അർഹതയില്ല. നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക എന്നുള്ള സാധനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകും. കാരണം ഒരാളെയും ജഡ്ജ് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ കൂടുതൽ ഭഗവാനോട് അടുക്കും. നമ്മൾ ഏത് ആംഗിളിൽ നിന്നും നമ്മുടെ വിഷയങ്ങൾ നോക്കിക്കാണുകയും നമുക്കതിന് സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അവിടെ നമ്മൾ കൂടുതൽ നല്ലൊരു മനുഷ്യനായിട്ട് മാറും. നമ്മൾ കൂടുതൽ നല്ലൊരു സാമൂഹ്യ ജീവിയായിട്ട് മാറും. കാരണം ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും ചിന്തിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് പല ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഒരാൾ ചെയ്യണതിൻ്റെ പല അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കുന്ന നല്ലൊരു സാമൂഹ്യ ജീവിയായിട്ട് മാറും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന, ഈ ഭൂമിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യനായി മാറും. നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ലൊരു പൗരനായിട്ട് മാറും. നമ്മൾ ഈ യൂണിവേഴ്സിനെ സ്നേഹിക്കുക, യൂണിവേഴ്സിൻ്റെ എനർജിയിലുള്ളിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ അനുഭൂതി മനസ്സിലാക്കാൻ പറ്റും. നമ്മളറിയാതെ വേറൊരു നല്ലൊരു മനുഷ്യനായിട്ട് മാറും. നിങ്ങൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരണം. അപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കടമ്പകളുണ്ടാവും. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഇവിടെ എത്തുള്ളൂ. ഇവിടെ പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്, നമ്മൾ ഭഗവാനിലോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും. അത് ഞാൻ ഒരുപാട് ഗുരുക്കന്മാരും പറയണ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആത്മീയതയിൽ എത്തിക്കഴിഞ്ഞാൽ, സ്പിരിച്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ഭഗവാൻ പരീക്ഷിക്കും.
ആ പരീക്ഷണത്തിൽ നിങ്ങൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കും. ഇവിടെ എനിക്ക് ഒരു വലിയൊരു വിയോജിപ്പുണ്ട്. ഇതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാന പോയിന്റായിട്ട് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്പിരിച്വാലിറ്റി എത്തിക്കഴിഞ്ഞാൽ, ഭഗവാനിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും എന്നുള്ള വാക്ക് ശരിയല്ല. നമ്മളെ ഭഗവാൻ പരിശീലിപ്പിക്കും, നമ്മളെ ട്രെയിൻ ചെയ്യും. നമ്മളെ പരീക്ഷിക്കുക എന്നുള്ള പറയുമ്പോൾ നമ്മൾക്കൊരു മടുപ്പ് വരും മനസ്സിന്. നമ്മൾ ഈ നല്ല കാര്യങ്ങൾ ചെയ്ത് ഭഗവാനിൽ എടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കണ ഭഗവാനെ എന്ന് വിളിക്കാത്ത എത്ര പേരുണ്ടാവും? ഈ കാണുന്ന വീഡിയോയിൽ എത്ര പേര് വിളിച്ചിട്ടുണ്ടാവും? പക്ഷെ നമ്മളെ ഭഗവാൻ ട്രെയിൻ ചെയ്യുകയാണെന്ന് ബോധം നമുക്ക് മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആ മടുപ്പ് മാറും. നിങ്ങൾ ആ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി, ആ നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ മടുപ്പ് മാറും. നിങ്ങൾ ഭഗവാനോട് എന്തിനാ ഭഗവാനെ ചോദ്യം ഇല്ലാതാവും. ഒരു പന്ത് കളിക്കാരനെ കോച്ച് കാലത്തെണീപ്പിച്ച് ഗ്രൗണ്ടിലിട്ട് ഓടിക്കണത് അവനെ പരീക്ഷിക്കാനല്ല, പരിശീലിപ്പിക്കാനാണ്. നല്ലൊരു പന്ത് കളിക്കാരാണ്. മസൂറി ട്രെയിനിങ് ക്യാമ്പിൽ IAS IPS ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവർ പരീക്ഷിക്കുകയല്ല, പരിശീലിപ്പിക്കുകയാണ്. നാളെ എത്രയോ ജനങ്ങളെ ഭരിക്കേണ്ട ആൾക്കാരാണ് അവർ. നിങ്ങളൊരു നല്ലൊരു നടനാവണമെങ്കിൽ നല്ലൊരു ഡയറക്ടർ നിങ്ങളെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളെ പരീക്ഷിക്കുകയല്ല, പരിശീലിപ്പിക്കുകയാണ് നിങ്ങളൊരു നല്ല നടനായിട്ട് മാറാൻ വേണ്ടി. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഒരു ടീച്ചർ ഒരു കുട്ടീനെ ചീത്ത പറഞ്ഞും അടിച്ചും പഠിപ്പിക്കുമ്പോൾ അവനെ പരീക്ഷിക്കല്ല, പരിശീലിപ്പിക്കുകയാണ് അവന് നല്ലൊരു മാർക്ക് കിട്ടാൻ വേണ്ടി. ആ വാക്ക് പരീക്ഷിക്കുക എന്നുള്ള വാക്ക് എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് പരിശീലിപ്പിക്കുകയാണ് ഭഗവാൻ നമ്മളെ ചെയ്യണത് എന്നുള്ളൊരു മെയിൻ സെറ്റ് നിങ്ങൾക്ക് വെച്ചാൽ നിങ്ങളുടെ ആ മടുപ്പ് മാറും. നിങ്ങൾ ഭഗവാനോട് കംപ്ലൈൻറ്റ് ചെയ്യില്ല. നിങ്ങളുടെ യാത്രയിൽ ഓരോ സമയവും നിങ്ങൾ ആലോചിക്കുക, ഇതെനിക്കുള്ള ട്രെയിനിങ് ആണ്, ഞാൻ ഈ ട്രെയിനിങ് സക്സസ് ആയി ചെയ്യും, ഞാൻ ഭഗവാന്റെ മുമ്പിൽ നല്ലൊരു കേഡറ്റായിട്ട് മാറും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചാൽ മടുപ്പില്ലാണ്ട് നിങ്ങൾക്ക് ഈ വഴികൾ താണ്ടാം. സറണ്ടർ എന്നുള്ള ആ പദവിയിലേക്ക് നിങ്ങൾക്ക് എത്താം, ആ പൊസിഷനിലേക്ക് നിങ്ങളെത്താം. നിങ്ങൾ നല്ലൊരു ഭക്തനാവും, നല്ലൊരു മനുഷ്യനാവും, നല്ലൊരു പ്രകൃതി സ്നേഹിയാവും, നല്ലൊരു രാജസ്നേഹിയാവും. നമ്മൾ ഈ യൂണിവേഴ്സിൽ മനസ്സിലാക്കി തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ അനുഭവിക്കാൻ പറ്റട്ടെ. ഇതെൻ്റെ അനുഭവങ്ങളിലൂടെ ഭഗവാൻ പഴനിയാണ്ടവൻ എന്നെ കൈപ്പിടിച്ച് നടത്തിയ, അദ്ദേഹം പറഞ്ഞു തന്ന അറിവുകളിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുക മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോയിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. ഭഗവാൻ അനുഗ്രഹം, പഴനിയാണ്ടവൻ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. വെറ്റിവേൽ മുരുകനിക്ക് ഹരോഹര, ജ്ഞാനവേൽ മുരുകനിക്ക് ഹരോഹര, ജ്ഞാനദണ്ഡായുധ പാണിക്ക് ഹരോഹര, വീരവേൽ മുരുകനിക്ക് ഹരോഹര. ജയ് പഴനിയാണ്ടവ. ഓം ശരണമായ നമഃ.